ഹായ്. അപ്പോൾ കണ്ണൂർ കഴിഞ്ഞു നമ്മൾ നാടെത്തി. അപ്പം അതിൻ്റെ ഒരു സന്തോഷം. പിന്നെ എന്താ പറയുക, ഇന്നിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇറങ്ങാം എന്നുള്ള സന്തോഷം. എറണാകുളം നമ്മൾ ഇറങ്ങും. എത്രയും പെട്ടെന്ന് എറണാകുളം ആവാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. അതിൻ്റെ സന്തോഷം. ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മുടെ നാട്ടിൽ വരണം. പിന്നെന്താ, എത്രയും പെട്ടെന്ന് ഇറങ്ങിയാൽ മതി. കാരണം അടുത്ത് ട്രെയിനിരുന്നു യാത്ര കൊണ്ട് എല്ലാം കൊണ്ട് മതി. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇറങ്ങി. പിന്നെ എന്താ പറയുക, പിന്നെ ഇന്നലെ എനിക്ക് എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആണ് ഞാൻ കാണിച്ചേക്കുന്നത്. സംഭവം എന്താ പറയുക, ചെയ്തു ഓംപ്ലേറ്റും ബ്രെഡും ഓംപ്ലേറ്റും പിന്നെ ഉപ്മാവ്. ഇതായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കുഴപ്പമില്ല. ഉപ്മാവിലൊരു ചീന നോക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. അല്ലാതെ കുഴപ്പമില്ല. മറ്റേത് ഓംപ്ലേറ്റും ബ്രെഡും, അത് ഉപ്മാവിൻ്റെ കൂടെ ബ്രെഡും ഉണ്ട്. സാൻഡ്വിച്ച്, പിന്നെ നമുക്ക് ചായ ഉണ്ടാക്കി കഴിയാൻ ചൂടുവെള്ളം കൊണ്ടുവരും. പിന്നെ ടീ ബാഗ്, ഷുഗർ, പാൽപ്പൊടി ഇതൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. മിക്സ് ചെയ്ത് നമുക്ക് കുടിക്കാം. അങ്ങനെ ഇതാണ് ട്രെയിനിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നത്. ഇത്രയും പെട്ടെന്ന് ഉച്ചയാവണം. അപ്പോൾ നമ്മൾ എറണാകുളം എത്തിയാൽ ഇറങ്ങാം. അതിന് വെയിറ്റ് ചെയ്യുകയാണ്. അവിടെ എത്തിയിട്ടാണ്. അയ്യോ, ഇതും വെച്ചാണോ? ഉപ്മാവാണ്. നമ്മളിപ്പോൾ കോഴിക്കോട് കഴിഞ്ഞു. ഒരു 2 മണിക്കകത്ത് നമ്മൾ എറണാകുളം എത്തും. പക്ഷെ നമുക്കിനി അത് കഴിഞ്ഞ് അവിടെ നിന്ന് രാത്രി 11 മണിക്കാണ് ട്രിവാൻഡ്രത്തേക്കുള്ള ട്രെയിൻ വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെച്ച് എറണാകുളം കറങ്ങാൻ പോവാം. എന്തായാലും സമയമുണ്ട്. അപ്പം നമ്മൾ എറണാകുളത്തിൽ കുറച്ച് കറങ്ങാൻ പോവാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അവിടെ ഇറങ്ങിയിട്ട് ഫ്രഷായിട്ടൊക്കെ ശേഷം എറണാകുളത്ത് കറങ്ങാൻ പോകാമെന്നുള്ളൊരു ഐഡിയയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അവിടെ എത്തിയിട്ട് ബാക്കി നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എറണാകുളത്തെത്തി. ട്രെയിനിൽ നിന്ന് ഇറങ്ങി. ഇപ്പം നമ്മളിവിടെ വന്ന് വെയിറ്റിംഗ് അവിടെ ഇരിക്കുകയാണ്. ഇനിയിപ്പം എന്താണ് അടുത്തതെന്ന് ചോദിച്ചാൽ, അടുത്ത ട്രെയിൻ നമുക്ക് രാത്രിയാണ്, 11 മണിക്കാണ്. അപ്പോൾ വേറെ ഏതെങ്കിലും ട്രെയിൻ കിട്ടുമോ ഇല്ലയോ നോക്കണം. അങ്ങനെയെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഈ പറഞ്ഞൊക്കെ ഒന്ന് ഫ്രഷായിട്ട് സത്യം വേറെ എന്തെങ്കിലും ട്രെയിൻ ഉണ്ടെങ്കിൽ അങ്ങനെ കയറി പോകാമെന്ന് വിചാരിക്കും. സത്യം പിന്നെ വീടെത്തിയാൽ മതി, അത്രയ്ക്ക് മടുത്തു. അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ കണക്ക് ഒന്ന് പോയി ഫ്രഷായിട്ട് രാത്രി 11 മണിക്കാണ് ഞങ്ങളുടെ അടുത്ത ട്രെയിൻ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു റൂം എന്തെങ്കിലും എടുത്തിട്ട് ഫ്രഷായിട്ട് രാത്രി കയറണം. എന്ത് ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്യാൻ. ട്രെയിൻ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഉണ്ടോ എന്താണെന്നുള്ളത് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മളെന്തായാലും അടുത്ത ട്രെയിൻ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിരുന്നത് ക്യാൻസൽ ചെയ്തു. കാരണം 11 മണിയല്ലേ, അതുവരെ ഇരിക്കാൻ വയ്യാത്ത കാരണം ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ 5:30 ജനശതാബ്ദിയിൽ നോക്കിയപ്പോൾ ടിക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ടിക്കറ്റ് എടുത്ത് 5:30 മണിയാകുമ്പോൾ ട്രെയിനിൽ കയറും. രാത്രി ഒരു 9-10 മണിക്കകത്ത് 9-10 മണിയാകുമ്പോൾ നമ്മളെത്തും, വീട്ടിലെത്തും. ട്രിവാൻഡ്രം മതിയായി, കാരണം ഇനി രാത്രി വരെ വെയിറ്റ് ചെയ്യാൻ വയ്യ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇപ്പം ഇവിടെ തന്നെ വെയിറ്റിംഗ് ആണ്. 5:30 മണിയാകുമ്പോൾ ട്രെയിൻ, ഇപ്പം 4:53, 5 മണിയാവാറായി. 5:30 ആകുമ്പോൾ ട്രെയിൻ വരും. നമ്മൾ ഒരാഴ്ചയ്ക്ക് ശേഷം ട്രിവാൻഡ്രം വീട്ടിലേക്ക് ഒക്കെ ഇനി ചെന്നിട്ട് വേണം പാറക്കുട്ടിയുടെ കാര്യം എന്താ നോക്കാം. പാറക്കുട്ടി നല്ല സങ്കടവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, കുഴപ്പമില്ല, അവർ വരണം നോക്കണുണ്ട്. എന്നാലും നമ്മൾ നാളെ രാവിലെയാണ് എത്തുമ്പോഴും ഈ പറഞ്ഞൊക്കെ ചെന്ന് കഴിഞ്ഞ് നമുക്ക് അടുത്ത ഉടനെ സ്കൂള്, ഷോപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങേണ്ടി വരും. അപ്പോൾ പിന്നെ ഈ പറഞ്ഞൊക്കെ കുറച്ച് നേരം പോലും സമയം കിട്ടില്ല. അപ്പോൾ ഇന്ന് രാത്രി എത്തിക്കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ രാവിലെ വരെ അവിടെ ഉണ്ടാവുമോ, നിൽക്കാമല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാം ആലോചിച്ചപ്പോൾ പോന്നിട്ട് ചെന്നിട്ട് വേണം പാറക്കുട്ടി എടുക്കാൻ. അതിന് അവളുടെ ഇതെന്താണെന്നുള്ളത് ചെന്ന് കഴിയുമ്പോഴേ അറിയാൻ പറ്റും. എത്രയും പെട്ടെന്ന് ട്രെയിൻ വരണം, കയറി പോകണം, വീട്ടിലെത്തണം, ഇത് മാത്രമേ പോകുള്ളൂ. അപ്പോൾ ഇതിന് എന്തായാലും ട്രെയിൻ വരട്ടെ, വെയിറ്റ്. അങ്ങനെ നമ്മൾ ഇപ്പോഴത്തെ മണി 9 നമ്മൾ ട്രിവാൻഡ്രം സെൻട്രൽ എത്താറായി. 10 ദിവസത്തിന് ശേഷം തിരിച്ച് ട്രിവാൻഡ്രം ലാൻഡ് ചെയ്തു.
എത്രയും പെട്ടെന്ന് വീടെത്തണം. ഇപ്പം ശരിക്കും എത്താറായി. പേട്ട സ്റ്റേഷൻ കഴിഞ്ഞു. അവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പം സെൻട്രലിൽ നിർത്തുള്ളൂ. ഓൾമോസ്റ്റ് എത്തി. അപ്പോൾ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് പോകണം. അങ്ങനെ 10 ദിവസത്തെ ഡൽഹി ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി. ഇനി നാളെ തൊട്ടാണ് ഈ ബാക്കി നമ്മുടെ എന്താ പറയുക നോർമൽ റൊട്ടീനിലോട്ട് പോകാനായിട്ട്. എന്താ പറയുക, നാളെ എനിക്ക് സ്കൂളിൽ പോകുമ്പോഴൊന്നും തോന്നില്ല ഗൈസ്. ഐ ആം വെരി ടയർഡ്. അപ്പം ഇനി തൊട്ട് ക്രിസ്മസ് എക്സാമിൻ്റെ സമയമായി. ഇവർക്ക് സ്കൂള് കാര്യങ്ങൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഇറങ്ങാനുള്ള സമയമാകുന്നു. ഇറങ്ങാൻ പോകുന്നു. ഇറങ്ങണം. ഇനി വീട്ടിലോട്ട് പോകണം. പോയി ഒന്ന് ഫ്രഷ് ആവണം. സമാധാനമായിട്ട് കിടന്നുറങ്ങണം. രാവിലെ എണീച്ച് നാളെ തൊട്ട് നോർമൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എന്തായാലും നമ്മളിവിടെ നിന്ന് ഇറങ്ങട്ടെ. അങ്ങനെ ഞങ്ങൾ വീടെത്തി. ഇനി ഒരു കിടമ്പോൾ പാറുവിനെ പോയി എടുക്കട്ടെ. പാറു അപ്പുറത്തെ വീട്ടിലാണ് നിൽക്കണേ. നമ്മളിവിടെ ജസ്റ്റ് കയറി ഇനി ഒന്ന് ഓടിപ്പോയി അവളെ എടുത്തിട്ട് വരട്ടെ. ലൈറ്റ് പോലും ഇല്ല. സാധനങ്ങളൊക്കെ ഇത് വെച്ചു. നമ്മളിനി അവളെ പോയി ഒന്ന് എടുത്തിട്ട് വരട്ടെ. എന്താണ് അവളുടെ റിയാക്ഷൻ എന്ന് നോക്കട്ടെ. പാറു, പാറുവേ, പാറു, പാറു, പാറു. നീ എവിടെ ഓടിയത്? നീ എവിടെ ഓടിയത് മക്കളെ? അത് ഇതുവഴി എടുത്തേടാ. ഇനി നീ ഇതുവഴി ഞാൻ താക്കോലൊന്നും എടുത്തില്ല ഗേറ്റിന്റെ. പാറു പോരെ, കേറ കേറ. നില്ല് മക്കളെ. എടുത്തോ. ഓ ഈ പെണ്ണ് എടുക്കാൻ അപ്പൊ കുറച്ചുകൂടെ ഒന്ന് പൊക്കി. ഇല്ല കടിക്കൂല ചേച്ചി. നീ എവിടെയാണ് ചാടിപ്പോയത്? ആരെ കണ്ടുപിടിക്കാൻ പോയത്? നീ എന്തിന് ചാടിപ്പോയത്? നീ ഇവിടെ ഇത് എവിടെ കൂടെ നീ ഇറങ്ങിപ്പോയത്? ഗേറ്റിന്റെ അടിയിൽ കൂടെയാ? ഗേറ്റിന്റെ അടിയിൽ കൂടിയാ നീ ഇറങ്ങിപ്പോയത്? നീ എങ്ങോട്ട് ഇറങ്ങിപ്പോയത്? കഴുത്തിന് ഫുള്ള് ബ്ലഡ് വരുന്നു. അല്ല അതങ്ങ് മാറിക്കോളും. പാറുവേ, പാറു, പാറു. അപ്പം നമ്മൾ പാറക്കുട്ടിയെ കണ്ടല്ലോ അല്ലേ? സംഭവം അവള് സൗണ്ട് കേട്ടപ്പോൾ തന്നെ നമ്മളെ ഇപ്പുറത്ത് ലൈറ്റ് മീൻസ് നമ്മൾ അവിടെ നമ്മുടെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ അവൾ അപ്പുറത്ത് കുരയ്ക്കുന്നത് നമുക്ക് കേൾക്കായിരുന്നു. അപ്പോൾ അപ്പുറത്ത് ചേച്ചിയും പറഞ്ഞത് അവൾ നിങ്ങൾ സൗണ്ട് കേട്ടത് അവൾ ബഹളം വയ്ക്കാൻ തുടങ്ങി. ഇത്രയും ദിവസം അവൾ സഹിച്ചു നിന്നതാണ് കാണാൻ മീൻസ് ഇല്ലാത്തത് കൊണ്ട്. അങ്ങനെ അപ്പോൾ എന്തായാലും ഇപ്പം പാറക്കുട്ടി ഇങ്ങനെ എടുത്തു, ആഹാരമൊക്കെ കൊടുത്തു. പക്ഷെ ആഹാരം അവൾ വല്ലവരും കഴിച്ചില്ല. അപ്പുറത്ത് കഴിച്ചെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിപ്പോൾ ഈ പറഞ്ഞ പിന്നെ അതിനുശേഷം ഞാൻ ഒന്ന് കുളിക്കാനൊക്കെ പോയി. നമ്മൾ 2 ദിവസം കൊണ്ട് ട്രെയിനിലൊക്കെ ഇരുന്നതല്ലേ. അപ്പോൾ പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. വന്നിട്ട് നമ്മൾ കൊണ്ടുപോയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റാൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഡൽഹി ട്രിപ്പ് കഴിഞ്ഞു. സംഭവം തിരിച്ച് വീട്ടിലെത്തി. സത്യം പറഞ്ഞാൽ നമ്മൾ അപ്പോഴാ ട്രെയിൻ എടുത്ത് വന്നതുകൊണ്ട് ഇപ്പോൾ എത്തില്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ട്രെയിനിൽ ഇരിക്കേണ്ട സമയമാണ്. നമ്മൾ നോർമലി ബുക്ക് ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ട്രെയിനിൽ ഇരിക്കേണ്ട സമയമാണ്. രാവിലെ എത്തുള്ളായിരുന്നു. അപ്പോഴങ്ങനെ നമുക്ക് ട്രെയിൻ ഉണ്ടോ എന്ന് നോക്കാൻ തോന്നിയത് ഭാഗ്യമായി. അതുകൊണ്ട് ഇപ്പോൾ വീടെത്തി. അപ്പോൾ എന്തായാലും നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും പോയി കിടന്ന് ഉറങ്ങണം. രാവിലെ എണീക്കണം. ഇനിയിപ്പോൾ സ്കൂളിലൊക്കെ വിടണം. ഒരാഴ്ചയായിട്ട് ലീവായിരുന്നു. ഷോപ്പ് തുറക്കണം. നാളെ വേറെ അല്ലാതെ കുറച്ച് പരിപാടികളും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു. അപ്പോൾ നമുക്ക് നാളെ കാണാം. ടാറ്റാ.